وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب. ബഹുമാന്യരായ ഈ വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സന്നിഹിതരായ മാന്യ സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ജഗന്നേന്താവായ തമ്പുരാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാവട്ടെ. നിങ്ങൾക്കേവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കിവിടെ വാക്കിംഗ് ഖുർആനിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു സന്ദർഭമാണിത്. ഖുർആൻ, ചലിക്കുന്ന ഖുർആൻ, സഞ്ചരിക്കുന്ന ഖുർആൻ, ആ രീതിയിൽ മനുഷ്യനെ വളർത്തിയെടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. സ്ഥാപനം 2021 തന്നെ ഖുർആൻ പഠനം ആരംഭിച്ചു. അതിൽ ആ സ്ഥാപനം ആരംഭിച്ചത് കുറേ കൊല്ലമായി. വിമൻസ് ഇസ്ലാമിക് കോളേജ് എന്ന് പറഞ്ഞു ആദ്യം തുടങ്ങി, പിന്നീടാണ് വിമൻസ് അക്കാദമിയായി തീർന്നത്. ആ വിമൻസ് അക്കാദമിയിൽ ഖുർആൻ ഹിഫ്ളിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഖുർആൻ ഹാഫിളുകളായി വളർത്തിയെടുക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇതിൽ BA-യും അറബിക്കും, അഫ്ദൽ ഉലമ പോലുള്ള അറബിക്കും, ഇംഗ്ലീഷും സൈക്കോളജിയും ഒക്കെ തന്നെ ഡിഗ്രി പാസ്സാകുന്നതോടുകൂടി തന്നെ അവർക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു ശീലവും എടുക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, ലക്ഷ്യസാഫല്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിപ്പോൾ വിജയം വരിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 പേരുടെ സ്തുത്യർഹമായ വിധത്തിലുള്ള വിജയം ഇതിൻ്റെ മാതൃകയാണ്. അതിൽ തന്നെ പറയപ്പെടുന്നു, ഒരു കുട്ടി 6 മാസം കൊണ്ട് 6 മാസത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഖുർആൻ പഠനം പൂർത്തിയാക്കി എന്നതാണ് അതിൽ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം. അവരെയൊക്കെ നമുക്കിവിടെ കാണാം, നമുക്കിവിടെ ആദരിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആ കർത്തവ്യത്തിൽ ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പായി 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു. അത് ഒന്ന്, നമ്മുടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഊടും പാവുമായി തീരേണ്ട ഒരു ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇറക്കിയത് തന്നെ അത്ഭുതകരമായ വിധത്തിലാണ്. ആ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൃഷ്ടിക്കുന്ന ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചതിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ, അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകനെ ജിബ്രീൽ അലൈഹിസ്സലാം പിടിച്ചു മുറുക്കി ഈ വാഗ്ദാനം ചെയ്യുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, മാനബിഹാരിൻ, ഞാൻ വായിക്കുന്നവനല്ല എന്ന് പറഞ്ഞു. വീണ്ടും പിടിച്ചു മുറുക്കുന്നു, വീണ്ടും ഞാൻ വായിക്കുന്നവനല്ല എന്ന് പറയുന്നു, വീണ്ടും മുറുക്കുന്നു, വീണ്ടും അങ്ങനെ മുറുക്കി മനുഷ്യ ശരീരത്തിലുള്ള ദൗർബല്യങ്ങളൊക്കെ തന്നെ ഒലിച്ചിറങ്ങിയതിന് ശേഷമാണ് വിശുദ്ധ ഖുർആൻ ദിവ്യപ്രവാചകന് ഉരുവിടാൻ കഴിഞ്ഞത് എന്ന് നാം മനസ്സിലാക്കുന്നു. ചരിത്രമാണത്. ആ ചരിത്രം, ആ ഖുർആനെങ്ങാനും ഒരു മലയിലായിരുന്നു ഇറങ്ങിയിരുന്നുവെങ്കിൽ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് പേടിച്ച് വിറച്ച് പർവ്വതങ്ങൾ തവിടുപൊടിയായി പോകുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രവചിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യനിൽ ഇറങ്ങിയതാണ് ഈ ഗ്രന്ഥം. മനുഷ്യൻ്റെ
ആ പർവ്വത സമാനമായ സ്ഥിരോത്സാഹമുള്ള ദൃഢചിത്തതയുള്ള മനുഷ്യനാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ആ ഖുർആനാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും എല്ലാവിധ അഭ്യുത്ഥാനങ്ങളുടെയും ഒക്കെ തന്നെ കാരണമായി തീർന്നത്. ഖുർആൻ ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് ഖുർആൻ മാർഗദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഖുർആൻ ഇങ്ങാൻ ഒരു പർവ്വതത്തിൽ ഇറങ്ങിയിരുന്നു എങ്കിൽ നിങ്ങളതിനെ ഏറ്റവും പേടിച്ച് വിറച്ച് പർവ്വതങ്ങൾ തവിടുപൊടിയാകുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അത്രയേറെ ശക്തമായ ഒരു ആഹ്വാനമാണിത്. ആ ഖുർആനാണിത്. അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ. ആ ഇൻസാനിനെ മനുഷ്യനെ പഠിപ്പിച്ചു. ഖലഖൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് അഭ്യാസങ്ങൾ വിശദീകരണങ്ങളുടെ ബയാൻ പഠിപ്പിച്ചു കൊടുത്തു. അല്ലമഹുൽ ബയാൻ അല്ലമൽ ഖുർആൻ അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിഞ്ഞുകൂടാത്തതിനെല്ലാം പഠിപ്പിച്ചു. അല്ലമ ബിൽ കലം, പേന കൊണ്ട് പഠിപ്പിച്ചു. ഇത് അത്ഭുതകരമായ വിധത്തിലാണ് നമുക്ക് ഈ നമ്മുടെ അഭ്യാസങ്ങളൊക്കെ തന്നെ നമ്മുടെ വിജ്ഞാനങ്ങളെയൊക്കെ തന്നെ പ്രതിഭജിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയുന്നതാണ്. ആ വചനത്തിന്റെ മുഴുവൻ തന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ മറന്നു കിടക്കുന്ന വശങ്ങളെ ഒന്ന് തുറന്നു പിടിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അഥവാ ആധുനിക ശാസ്ത്രം യഥാർത്ഥത്തിൽ പറന്നു കിടക്കുന്നത്, യഥാർത്ഥത്തിൽ അതിന്റെ വശങ്ങളും മറ്റും വേണ്ടി പൂണ്ടിറങ്ങിയിരിക്കുന്നത് വിശുദ്ധമായ ഒരു ചരിത്രത്തിന്റെ വിനാഴികളിലാണ്. അഥവാ മുൻകഴിഞ്ഞ പ്രവാചകന്റെ കാലത്തും അതിനുശേഷം ഉണ്ടായിരുന്ന വിശുദ്ധ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ശാസ്ത്രകാരന്മാരുടെയും ഒക്കെ തന്നെ ആ കാലത്തിലൂടെ തുടർന്നു വന്ന അതാണ് ഈ ആധുനിക ശാസ്ത്രവും. അതിനാൽ ആധുനിക ശാസ്ത്രത്തിൽ എത്ര തന്നെ വിജയം വരിച്ചാലും എത്ര തന്നെ മുന്നോട്ട് പോയാലും അതിനൊക്കെ തന്നെ പഴയ കാലത്ത് അറബി ശാസ്ത്രജ്ഞന്മാരുടെ ഇബ്ൻ സിനയുടെയും ഇബ്ൻ റുഷ്ദിന്റെയും ഖൽദൂന്റെയും അതേപോലെ തന്നെ ഒരു പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ തന്നെ പിന്തുണ നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടെ ചർച്ചയും അവരുടെ മുന്നോട്ടുള്ള ഗമനവും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ നിന്നാണ് ഈ ആധുനിക ശാസ്ത്രം ഉറവെടുത്തിട്ടുള്ളത് എന്നാണ് കാണാൻ കഴിയേണ്ടത്. നമുക്കത് വിസ്മരിക്കുക സാധ്യമല്ല. ഇന്ന് അതിനെ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായും അതിനെ അവഗണിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ പഴയ ചരിത്രത്തെ അവഗണിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു, ഒരിക്കലും ഈ സത്യം നിങ്ങൾ വെളിപ്പെടാതെ ഇരിക്കില്ല. അതിനാൽ ഈ സത്യം നാം വെളിപ്പെടുത്തുക, ഖുർആൻ നാം ഹൃദിസ്ഥമാക്കുക, ഖുർആൻ നാം ഗവേഷണം നടത്തുക, ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങൾ നാം കണ്ടെത്തുക. അങ്ങനെ ലോകത്തെ ഒരു പുതിയ വിധാനത്തിലേക്ക് നാം പടുത്തുയർത്തേണ്ടിയിരിക്കുന്നു. അതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സന്ദേശം, നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന സന്ദേശം. ആ സന്ദേശം പൂർണ്ണമായും നാം നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇത്രയും വാക്കുകളിലൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.